Hi, welcome back to Learnino. So, നമ്മുടെ KTU BTech 2024 സ്കീം സ്റ്റുഡൻസിനുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമ്മളെ ലേണിനോ ആപ്പിൽ നിങ്ങൾക്ക് S2യുടെ കോഴ്സസ് എല്ലാം തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗ്രൂപ്പ് വൈസ് ആയിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള കോഴ്സുകളും അതല്ലാതെ സെപ്പറേറ്റ് ഓരോ ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് ആയിട്ടും കോഴ്സുകൾ അവൈലബിൾ ആണ്. ലേണിനോ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് നോക്കി ജോയിൻ ചെയ്യാം. എക്സാംസ് ഒക്കെ ഇനി അടുത്ത് വരും, കാരണം നമുക്കറിയാം S2 എന്ന് പറയുന്നത് ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. അപ്പോൾ എക്സാമിന് ആ ടൈമിൽ പഠിക്കാമെന്ന് വിചാരിക്കരുത്, നിങ്ങൾ നേരത്തെ തന്നെ പഠിക്കുക. ഫസ്റ്റ് സീരീസ് എക്സാമിന് തന്നെ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യുക. സീരീസ് എക്സാമിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ലാസ്റ്റ് സെം എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ലാസ്റ്റ് ഇയറിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുള്ള ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് പൈത്തോൺ ആണ്. അപ്പോൾ ഈ ഒരു സെമിസ്റ്ററിൽ ഗ്രൂപ്പ് എ ആൻഡ് ബിക്ക് പ്രോഗ്രാമിംഗ് ഇൻ സി വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് എ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് റിലേറ്റഡ് ബ്രാഞ്ചസ് ആയിരിക്കും. ഇപ്പൊ +2 കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേസമയം ബയോമാക്സ് പഠിച്ച സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറഞ്ഞാൽ അവർക്കൊരു ന്യൂ സബ്ജക്റ്റ് ആണ്, പുതിയതായിട്ട് പഠിക്കേണ്ട സബ്ജക്റ്റ് ആണ് ബാക്കിയുള്ള സബ്ജക്റ്റിനൊപ്പം. മാത്രമല്ല ഇത് പ്രോഗ്രാമിംഗ് ആണ്. പൈത്തൺ പോലെ തന്നെ നമുക്ക് ചിലപ്പോൾ തിയറി ക്വസ്റ്റ്യൻസ് മാത്രമല്ല കുറേ പ്രോഗ്രാംസ് എഴുതാനും ക്വസ്റ്റ്യൻസ് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ആദ്യം മുതലേ പഠിച്ചു പോയില്ല എന്നുണ്ടെങ്കിൽ അഗെയിൻ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ കോഴ്സിലെ കൃത്യം സിലബസ് അനുസരിച്ചിട്ട് എല്ലാത്തിന്റെയും ലെക്ചേഴ്സും പ്രോഗ്രാംസും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. അത് കൂടാതെ നമ്മൾ ഇതിന്റെ ബുക്കും കൂടെ ഇപ്പൊ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ലാസ്റ്റ് സെമിസ്റ്ററിൽ നമ്മൾ കുറെ ബുക്സ് മാത്സിന്റെയും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സിന്റെ ഒക്കെ ബുക്സ് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ പേര് അത് പർച്ചേസ് ചെയ്യുകയും ചെയ്തു. അപ്പൊ പ്രോഗ്രാമിംഗ് ഇൻ സിയുടെ ലെക്ചർ നോട്ട്സ് നമ്മൾ ഒരു ബുക്ക് ആക്കിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ കുറേ അധികം പ്രോഗ്രാംസ്, അഡീഷണൽ പ്രോഗ്രാംസ്, നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന പ്രോഗ്രാംസും നമ്മൾ ആ ബുക്കിന്റെ ബാക്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെഫറൻസ് ബുക്ക് തന്നെയാണ് ഇത്. സോ കോഴ്സ് ജോയിൻ ചെയ്യുന്നവർക്ക് ബുക്ക് നമ്മൾ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതല്ല നിങ്ങൾക്ക് ബുക്ക് മാത്രമായിട്ടും വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക് ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുകയും ചെയ്യും. നമ്മൾ കൊറിയർ ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. സോ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം. താങ്ക് യു.